ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ കൊന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. കെട്ടിത്തൂക്കിക്കൊല്ലുന്നു, തീ കത്തിക്കുന്നു, കഴുത്തും ഉടലും വേർപെടുത്തുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ബംഗ്ലാദേശിൽ തസ്ലിമ നസ്രീൻ വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തസ്ലിമ നസ്രീൻ ഇതിനെ കാണുന്നത്? തസ്ലിമ നസ്രീൻ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത കഥാകൃത്തും നോവലിസ്റ്റുമാണ്. അവർ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. മലയാളത്തിൽ അവരുടെ ലജ്ജ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, ആത്മകഥ ഒക്കെ പരിഭാഷ ചെയ്തും വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. ഇന്ത്യയിൽ അവർ അഭയം തേടിയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവർ സ്വീഡനിലാണ്. അപ്പോൾ പക്ഷെ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഹിന്ദുവിനെ ഈ മതഭ്രാന്തന്മാർ, മുസ്ലിം മതഭ്രാന്തന്മാർ വല്ലാത്ത ദൃശ്യമാണത്, അല്ലേ? അതെ. ആ നഗ്നനാക്കിയിട്ട് ഈ ജഡത്തിനെ തന്നെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിബു ചന്ദ്രദാസ് ആണ് കൊല്ലപ്പെട്ടത്. 25 വയസ്സ് ആണ്. ഒരു ഫാക്ടറി, തുണി ഫാക്ടറിയിലെ ജീവനക്കാരനാണ്. ഇത് മൈമേൻ സിംഗ് ജില്ലയിലാണ് ദിബു ചന്ദ്രദാസിനെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ, മുസ്ലിം മതഭ്രാന്തന്മാർ കൊന്നിരിക്കുന്നത്. ഇത് കൊന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്യുന്നൊരു മുസ്ലിം സഹപ്രവർത്തകൻ, ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടിയില്ല, അസൂയ പൊണ്ടട്ടെ, ഇയാൾ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് പരത്തിയിട്ട് മുസ്ലിം കൂട്ടം ഇയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചതാണിത്. അപ്പോൾ ഈ ജഡം മരത്തിൽ കെട്ടി തൂക്കിയിട്ട് അത് കഴിഞ്ഞ് ഇയാളുടെ മരണം ഈ ആൾക്കൂട്ടം ആഘോഷിക്കുന്നത് നമുക്ക് കാണാം, ഇല്ലേ? എല്ലാവരും ഇത് മറ്റേ മൊബൈലിൽ പകർത്തുന്നുമുണ്ട് ഈ കൊല്ലുന്ന ദൃശ്യങ്ങൾ വല്ലാതെ. അപ്പോൾ ഈ തസ്ലീമയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ദിബു ചന്ദ്രദാസിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ചൊരു ഉറപ്പും കിട്ടിയിട്ടില്ല, ഞാൻ അറിഞ്ഞത് ഫേസ്ബുക്കിൽ നിന്നാണ്. പിന്നെ അമ്മാവൻ വന്ന് പറഞ്ഞു മരത്തിൽ കെട്ടി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. തലയും ഉടലും പിന്നെ പുറത്ത് എടുത്തിട്ട് കെട്ടി എന്നും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോ ഛാത്ര ശിബിരോ ഇത് ആയിരിക്കും ഇത് ചെയ്തത് എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഛാത്ര ശിബിർ. അപ്പോൾ രണ്ടായാലും ഒന്ന് തന്നെ. ഇപ്പോൾ 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇന്നലെ 7 എന്ന് കണ്ടു, ഇന്ന് രാവിലെ നോക്കുമ്പോൾ 10 പേർ. 25 വയസ്സാണ്. ഇനി തസ്ലിമ നസ്രീൻ ഈ കൊലപാതകം വിവരിക്കുന്നത് നമുക്ക് പറയാം. അവരൊരു ദൃശ്യം പങ്കുവച്ചിട്ടുണ്ട്. തസ്ലിമ നസ്രീൻ പോലീസ് വേഷത്തിൽ നിന്ന് തോന്നുന്ന ചിലര് നിൽക്കുന്നുണ്ട്, ഇയാൾ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാള് അവരോട് യാചിക്കുന്ന ഒരു ചിത്രം, അത് നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ പോലീസ് വസ്ത്രത്തിലൂടെയുള്ള ചിലരോട് ഈ ദാസ് യാചിക്കുന്നു. നീല ഫുൾ സ്ലീവ് സ്വെറ്റ് ഷർട്ട് ആണ് ഇട്ടിരിക്കുന്നത്, പാൻറ് ഇട്ടിട്ടുണ്ട്, ചെരുപ്പില്ല. എന്തോ ഇത് ഞാൻ തസ്ലിമ നസ്രീൻ്റെ വിവരണമാണ് ഈ പറയുന്നത്. അവരോട് എന്തോ വിശദീകരിക്കുന്നു ദാസ്. ധാക്കയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ സ്ഥലം, മൈമേൻ സിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് തസ്ലീമ എഴുതുന്ന വാചകങ്ങൾ വായിക്കാം. ഈ മൈമേൻ സിംഗിലെ ബലൂക്കയിലെ തുണി ഫാക്ടറിയിലാണ് ദാസ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ദരിദ്രനാണ്, വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരു മുസ്ലിം സഹപ്രവർത്തകൻ ചില്ലറ കാര്യത്തിന് ഇയാളുമായിട്ട് തർക്കമുണ്ടായി. ആൾക്കൂട്ടത്തിനിടയിൽ ദാസ് പ്രവാചകനെ നിന്ദിച്ചെന്ന് ആ മുസ്ലിം സഹപ്രവർത്തകൻ പറഞ്ഞു പരത്തി. അവർക്കത്ര മതി. ഭ്രാന്തെടുത്ത ജനം ചീറ്റപ്പുലികളെപ്പോലെ ദാസിൻ്റെ മുകളിൽ ചാടി വീണു. എന്നിട്ട് ദാസിനെ വലിച്ചു കീറി. പോലീസ് ഇയാളെ സംരക്ഷിച്ചിട്ട് കസ്റ്റഡിയിലെടുത്തു പോലീസ്. ആ കസ്റ്റഡിയിലെടുത്ത സ്ഥലത്ത് വെച്ചിട്ടുള്ള ചിത്രമാണ് യാചിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സംരക്ഷണത്തിലായി എന്ന് അയാളും കരുതി. സംഭവിച്ചത് പോലീസിനോട് ദാസ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ദാസ് പറഞ്ഞു. ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് യാചിച്ചു. പ്രവാചകനെ പറ്റി ഒരക്ഷരം പോലും മിണ്ടിയില്ല ദാസ്. പ്രവാചകനെ പരാമർശിച്ചിട്ട് പോലുമില്ല. അതേപ്പറ്റിയൊക്കെ ബോധം അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഒക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പോലീസ് ആ സഹപ്രവർത്തകനെ, ദാസിൻ്റെ ആ സഹപ്രവർത്തകനെ അന്വേഷിച്ചുമില്ല, ഈ പറഞ്ഞ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തില്ല.
അപ്പോൾ പോലീസ് ഒന്നും അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് പോലീസിന് ജിഹാദ് പെരുത്തിഷ്ടമാണ്. അതിനാൽ അവർ ദാസിനെ ആൾക്കൂട്ടത്തിന് വിട്ടുകൊടുത്തു. പോലീസ് സംരക്ഷിച്ചില്ല, ആൾക്കൂട്ടത്തിന് വിട്ടുകൊടുത്തു. അതോ പോലീസിനെ വകഞ്ഞു മാറ്റി സ്റ്റേഷനിൽ നിന്ന് ദാസിനെ അവർ പുറത്തിറക്കിയതാണോ എന്ന് ചോദിക്കുന്നു തസ്ലീമ നസ്രീൻ. ഈ ദാസിനെ അവർ തല്ലി, അതിനുശേഷം മരണം കൊണ്ടാടി. ഒരു ജിഹാദി മേളയാണ് അവിടെ നടന്നത്. കുടുംബത്തിലെ ഏക ശമ്പളക്കാരൻ ആയിരുന്നു ദാസ്. ഭിന്നശേഷിക്കാരനാണ് അച്ഛൻ, ഈ വികലാംഗൻ എന്ന് പറയില്ലേ. അമ്മ, ഭാര്യ, ഒരു കുട്ടി, ഇതടങ്ങിയതാണ് കുടുംബം. ഇനി അവരെ ആരാണ് നോക്കുക? അവരനാഥരായി. ഇന്ത്യക്ക് പലായനം ചെയ്യാനായിട്ട് അവർക്ക് പണമുണ്ടായിരുന്നില്ല. അവർക്കിപ്പോൾ രാജ്യമില്ല, മതവുമില്ല. ഈ അനാഥർക്ക് എന്ത് രാജ്യം, എന്ത് മതം? തസ്ലീമയുടെ ഇത് മുമ്പ് പാസ്പോർട്ട് ബംഗ്ലാദേശ് പിൻവലിച്ചിരുന്നു. തസ്ലീമ ഈ ജിഹാദികളെയൊക്കെ വിമർശിക്കുമായിരുന്നല്ലോ. അവരുടെ പാസ്പോർട്ട് ബംഗ്ലാദേശ് പിൻവലിച്ചു. അങ്ങനെയാണ് അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. അത് കഴിഞ്ഞ് പശ്ചിമ യൂറോപ്പിൽ പോയി, വടക്കൻ അമേരിക്കയിൽ പോയി. ഇപ്പോൾ സ്വീഡിഷ് പൗരത്വം ഉണ്ടവർ. സ്വീഡനിലാണ് അവരിപ്പോൾ ഉള്ളത്. ഈ ദാസ് ജോലി ചെയ്തിരുന്നത് മൈമൻസിംഗിലെ പൈനീർ നെറ്റ് കോമ്പോസിറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ തുണി കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. സ്ക്വയർ മസ്റ്റർ ബാറി എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ദാസും കുടുംബവും. ഇയാളെ കൊലപ്പെടുത്തുമ്പോൾ ഈ ഭ്രാന്തെടുത്ത മുസ്ലിം സംഘം നാരായി തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. പിന്നെ ഇതിനു മുമ്പ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന കാലത്ത് ഒരു ഹിന്ദു റിക്ഷക്കാരനെ ഇതുപോലെ അരയിൽ ചുവന്ന ചരടുണ്ടായിരുന്നു. അയാളെ ഇതുപോലെ റോയുടെ ഏജന്റാണെന്ന് പറഞ്ഞിട്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട്, ആക്രമിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. ശരിക്കും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ ന്യൂനപക്ഷങ്ങളെ കൊന്നു തള്ളുന്ന ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പം തസ്ലീമ നസ്രീൻ തന്നെ ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ലോകം അത് കൃത്യമായിട്ട് വായിച്ചെടുക്കുന്നുണ്ട്. അവിടെ ഈ ഇയാളെ ആൾക്കൂട്ടക്കൊല നടത്തുമ്പോൾ ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ ശബ്ദങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇനി ഒരു പട്ടാള ഭരണകൂടത്തിനോ സർക്കാരിനോ ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇന്ത്യ ഇടപെടേണ്ട ഒരു സാഹചര്യം വരും എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ലേ? അതായത് ഈ പോലീസും ജിഹാദി മേളയുടെ കൂടെയാണെന്ന് തസ്ലീമ നസ്രീൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ ആളാണ് ഇദ്ദേഹം. അതെ, പോലീസ് സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ പോലീസിന്റെ ഡ്യൂട്ടി. അതെ. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കൂട്ടമാണത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി, നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോഴൊക്കെ അറിയാം, ഭരണം മാറും എന്ന് തോന്നിയാൽ ആ 2 മാസം മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥരും മാറും. പിന്നെ ഈ സർക്കാർ പറയുന്നൊന്നും അവർ കേൾക്കില്ല. അതെ, ഒരു അഹങ്കാരം മനോഭാവം. അതെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ കണ്ണിലെ കരടാകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇയാളെ പിടിച്ച് അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ പ്രക്ഷോഭ കാലത്തും ഹിന്ദുക്കളുടെ ഒരു ഗായകന്റെ വീടിനും തീ വെച്ചില്ലേ അവിടെ. അതുപോലെ ഹിന്ദുക്കളെ വേറെ ആക്രമിച്ചു, ക്ഷേത്രങ്ങൾ മലിനപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ 1921 മാപ്പിള കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം മറ്റേ ഹദി എന്ന് പറഞ്ഞ ആളെ കാസി നസ്രുൽ ഇസ്ലാം ദേശീയ കവി ആയിരുന്നു. നമ്മുടെ ടാഗോറിനെ പോലെ ബംഗ്ലാദേശിൽ കരുതുന്ന ആളാണ് കാസി നസ്രുൽ ഇസ്ലാം. അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്താണ് ഈ ഹദിക്ക് ഖബർ ഒരുക്കിയിരിക്കുന്നത്, അടക്കിയത് ഇന്നലെ. അത് കഴിഞ്ഞിട്ട് യൂനുസ് അവിടെ ചരമ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയെ വെറുതെ വിടില്ല എന്ന് യൂനുസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടത് യൂനുസ് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. വല്ലാത്ത ദുരന്തത്തിലാണ് ബംഗ്ലാദേശ്. അവിടെ ഈ ഇസ്ലാമിക സംഘങ്ങൾ തന്നെയാണ് ഈ കലാപങ്ങൾ നടത്തുന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നതാണ്
ഈ 20 അംഗ ഇസ്ലാമിക സംഘമാണ് ഹദിയെ കൊന്നത് അല്ലേ അതെ എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നടത്തുന്ന കലാപമാണ് ഇപ്പോൾ അത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിഹാദാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.